ചങ്ങയമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ സിന്ധു ആയിരവട്ടിൽ ചേച്ചിയില്ലേ, സംഗിണി ചേച്ചി വീണ്ടും കുത്തിത്തിരിപ്പായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് വെറും കുത്തിത്തിരിപ്പല്ല കേട്ടാ, പാട്ട് പാടിക്കൊണ്ടാണ് നമ്മളെ സംഗിണി ചേച്ചി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തായാലും ഇന്ന് നമ്മളെ സംഗിണി ചേച്ചി മനോഹരമായി പാട്ട് പാടിക്കൊണ്ടുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പ് ഒന്ന് കേട്ടിട്ട് വന്നാലോ? വാ. നമസ്തേ. കണ്ണു വേണമിരു പുറമെപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കുമുൾ കണ്ണു വേണമണയാത്ത കണ്ണ്. കടമ്മനിട്ടയുടെ വരികളാണിത്. ഈ വരികൾ ഇപ്പോൾ ഭാരതീയന്റെ അവസ്ഥയോട് ചേർന്ന് നിൽക്കുന്നു. കാരണം നമുക്കിപ്പോൾ തലയ്ക്ക് ചുറ്റും ഉള്ളിലും അണയാത്ത കണ്ണുകൾ, അടയാത്ത കണ്ണുകൾ വേണം. ഗാനം അതിമനോഹരമായിരിക്കുന്നു സിന്ധു ചേച്ചി, ഗാനം അതിമനോഹരമായിരിക്കുന്നു. പിന്നെ സംഗിണി ചേച്ചി പറഞ്ഞില്ലേ, കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മളെ തലക്ക് ചുറ്റും കണ്ണുകൾ വേണമെന്ന്. അങ്ങനെ തലക്ക് ചുറ്റുമൊന്നും കണ്ണ് വേണ്ട, ഉള്ള കണ്ണില്, ആ കണ്ണിൽ പറ്റിയ ചാണകമില്ലേ, ആ ചാണകം ഇതാ ഇങ്ങനെ തുടച്ചു കളഞ്ഞാല് നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. നമുക്കിനി സിന്ധു ചേച്ചിയുടെ കണ്ണിൽ ചാണകം നിറഞ്ഞ അടുത്ത വർഗീയ കാഴ്ചകൾ കേട്ടിട്ട് വരാം. വാ. അണയാത്ത കണ്ണുകൾ, അടയാത്ത കണ്ണുകൾ വേണം. കാരണം നമുക്ക് ചുറ്റും പാകിസ്ഥാൻ ഉണ്ടത്രേ, സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടത്രേ. പാകിസ്ഥാൻ ഇപ്പോൾ നടപ്പാക്കുന്ന വൈറ്റ് കോളർ ടെററിസം നമ്മളെ വരിഞ്ഞു മുറുക്കുന്നു അത്രേ. ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ പേടിക്കണം. ടോക്സിൻസ്, മരുന്നുകള്, വിഷം എന്താണ് ഉണ്ടാവുക എന്ന് അറിയില്ല. അതുപോലെ ഒരു പ്രസവത്തിന് പോകുമ്പോൾ അടുത്ത പ്രസവം നടക്കാതിരിക്കാൻ വേണ്ടി ആ ട്യൂബ് തന്നെ മുറിച്ചു കളയുമോ എന്ന് പറയാൻ പറ്റില്ല. അത്തരം വിദ്യാഭ്യാസമുള്ള ആ മനുഷ്യരെ മതം കുത്തിവെച്ച് മതം പൊട്ടി സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു എന്റെ സംഗിണി ചേച്ചി? ഇത്രമാത്രം ഭയന്നിട്ടല്ല, പച്ച വർഗീയത പറഞ്ഞിട്ട് മറ്റുള്ള ആൾക്കാരിലേക്ക് ഭയം നിറച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക്? ചേച്ചി ഇപ്പം പറഞ്ഞതും ചേച്ചി ഉദ്ദേശിച്ചതും ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് മുസ്ലിങ്ങളായ ഡോക്ടർമാരുടെ അടുത്തേക്ക് ആരും ചികിത്സക്ക് പോകരുത് എന്നാണ് നമ്മളെ സംഗിണി ചേച്ചി പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇവരുടെയൊക്കെ എപ്പോഴുള്ള പരിപാടി അത്. ഏതെങ്കിലും ഒരു അക്രമം നടക്കുമ്പോൾ അതിലൊരു മുസ്ലിം നാമം കണ്ടെങ്കിൽ ഇതുപോലത്തെ സംഘികൾക്കും സംഗിണികൾക്കും ഒരുപാട് സന്തോഷ. പിന്നെ അവരതങ്ങ് ആഘോഷമാക്കും. അവർക്ക് അതിലൂടെ മുസ്ലിങ്ങളെ മൊത്തം കുറ്റക്കാരാക്കണം, മുസ്ലിങ്ങളെ മൊത്തം തീവ്രവാദികളാക്കണം. എല്ലാണ്ട് ഇവർക്ക് ഉറക്കം വരൂല. ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളും ആ തീവ്രവാദികളെ ആ നിമിഷം തന്നെ തള്ളിപ്പറഞ്ഞതാണ്. അവർക്ക് തക്കതായ ശിക്ഷ, നമ്മൾ ഇന്ത്യ കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സംഖ്യകൾ അത് മാത്രം കേൾക്കുന്നില്ല. സംഖ്യക്ക് വേണ്ടത് എന്താണ്? ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ മൊത്തം അതിന്റെ പേരിൽ ശിക്ഷിക്കണം, അതിന്റെ പേരിൽ തീവ്രവാദിയാക്കണം. അത് മാത്രമാണ് സംഘികളുടെയും ഇതുപോലുള്ള സംഘിനികളുടെയും ഒരേ ഒരു ഉദ്ദേശം. പിന്നെ ചേച്ചി മുസ്ലിങ്ങളെ യാതൊരു കാര്യത്തിനും ആശ്രയിക്കാതെയൊക്കെ ജീവിക്കാൻ ചേച്ചി ശ്രമിച്ചു കഴിഞ്ഞിട്ടല്ല, ചേച്ചി തൂറി മെഴുകും, അല്ലാണ്ട് വേറെ ഒരു കാര്യം ഉണ്ടാവില്ല. ഇവിടേക്ക് ഉണ്ടല്ല, ഹിന്ദുവിനും ക്രൈസ്തവനും മുസ്ലിമിനും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചിട്ടും സഹായിച്ചിട്ടും മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇതുവരെ അങ്ങനെയാണ് ജീവിച്ചത്, അങ്ങോട്ടും അങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റും എന്റെ ചേച്ചിയെ. നമുക്ക് 1000 വീട്ടിൽ സംഗിണി വരുന്ന അടുത്ത പച്ച വർഗീയത കേട്ടിട്ട് വരാം. ഡിസംബർ 6-നൊക്കെ ഇവിടെ സ്ഫോടന പരമ്പരകൾ ഉണ്ടാക്കി ഈ ഭാരതത്തിൽ ചോരപ്പുഴ ഒഴുക്കാനായിരുന്നു അത്രേ അവരുടെ പരിപാടി. ഏതായാലും നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസ് അത് പൊളിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചുറ്റും കണ്ണുകൾ വേണം. അടുത്ത് ഉള്ളവനെ പോലും നമ്മൾ സംശയത്തിന്റെ കണ്ണുകളോടെ കാണേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്റെ പോസ്റ്റിന് കീഴെ വന്ന് എത്ര തലകുത്തി നിന്ന് തെറി പറഞ്ഞാലും ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. സംഘികളെ, ഇത് നിങ്ങളോടാ പറഞ്ഞത്. നിങ്ങൾ ചാണക സംഘികളോടാന്ന് ഈ ചേച്ചി പറഞ്ഞത്. കൂടെയുള്ളവരെ നമ്പാൻ പാടില്ലാന്ന് ചേച്ചി പറഞ്ഞില്ലേ? അത് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. കാരണം പാകിസ്ഥാന് വേണ്ടി ചാരപ്പണിയെടുത്തിട്ട് പിടിക്കപ്പെട്ടതെല്ലാം ചാണക സംഘികളായിരുന്നു. അതാണ് ചേച്ചി ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് ചേച്ചി ആദ്യം ആ പാട്ടിൽ പറഞ്ഞതും. കണ്ണിലുള്ള ചാണകമൊക്കെ മാറ്റി നോക്കിക്കഴിഞ്ഞാല് കൂടെയുള്ള ചാണകങ്ങളുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാകുമെന്ന്. ഇനി ഇതിന്റെ പേരിൽ ചേച്ചിയുടെ പോസ്റ്റിൽ പോയിട്ട് തെറി വിളിക്കണ്ട, തൂറി എറിയണ്ട എന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചിക്ക് അതൊക്കെ നെവർ മൈൻഡാണ്, നെവർ മൈൻഡ്. അതുകൊണ്ട് കൂടെയുള്ള ചാണക സംഖ്യകളെ നമ്പാൻ പാടില്ലെന്ന് മനസ്സിലാക്കിയ സിന്ധു ആയിരവീട്ടിൽ സംഗിണി ചേച്ചിക്ക് ചാണകം കൊണ്ടുള്ള ഒരുപാട് പുഷ്പങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. നമുക്ക് ആയിരവീട്ടിൽ സംഗിണി ചേച്ചിയുടെ അവസാന കുത്തിത്തിരിപ്പും വർഗീയതയും കേട്ടിട്ട് വരാം. കാരണം ടിപ്പുവിനെ അതിജീവിച്ച ഒരു വംശത്തിന്റെ ജീനാണ് ഞാൻ പേർന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരോട് പോരാടി വീരമരണം പ്രാപിച്ച ഐരവീട്ടിൽ കാരണവന്മാരുടെ രക്തമാണ് എന്റെ സിരകളിൽ ഉള്ളത്. അതുകൊണ്ട് അധിനിവേശത്തിന് എതിരെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം കലർപ്പില്ലാത്ത രക്തമായതുകൊണ്ട് സ്വത്വബോധമുണ്ട്, ആത്മാഭിമാനമുണ്ട്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. രാഷ്ട്രായ സ്വഹ ഇദം നമം. ചേച്ചി ഇപ്പൊ പറഞ്ഞ തള്ള് ടിപ്പു അറിഞ്ഞിട്ടുണ്ടാവുക. അതായത് കുറെ ആൾക്കാർ ടിപ്പുവിനെ അതിജീവിച്ചെന്നുള്ള ആ തള്ളില്ലേ, അത് ടിപ്പു അറിഞ്ഞിട്ടുണ്ടാവുക.
പിന്നെ ചേച്ചി ഇപ്പൊ പറഞ്ഞില്ലേ ഏതോ ഒരു തറവാട്ടുകാരത്തെ ആയതുകൊണ്ട് ചേച്ചി അഭിമാനിക്കുന്നു. നമ്മളൊന്നും അങ്ങനെയല്ല അഭിമാനിക്കുന്നത് ചേച്ചിയെ. നമ്മൾ ഇന്ത്യക്കാരനായതിലാണ് നമ്മളൊക്കെ അഭിമാനിക്കുന്നത്. അതാണ് ചേച്ചിയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ബ്രിട്ടീഷുകാരോട് മാപ്പ് പറയാതെ, ഷൂ നക്കാതെ, അവരോട് പട പൊരുതിട്ട്, അവരുടെ പീഡനമേറ്റിട്ട് രാജ്യസ്നേഹിയെ മരിച്ച ഒരുപാട് ആൾക്കാരുടെ പിൻതലമുറക്കാരാണ് നമ്മൾ എന്നതിലാണ് നമ്മൾ അഭിമാനിക്കുന്നത്. അതായത് മാപ്പും പറഞ്ഞിട്ടില്ല, ഷൂ നക്കിയിട്ടില്ല, അവരുടെ പിൻതലമുറക്കാരാണ് നമ്മൾ. പക്ഷെ നിങ്ങൾ ചാണകം തലേകരിട്ട് മതമായി, ജാതിയായി, തറവാടായി ഓരോ ഇന്ത്യക്കാരനും വേർതിരിച്ച് കാണുന്നുണ്ട്. അതാണിപ്പോ ചേച്ചിയുടെ തറവാടിന്റെ മഹത്വം മാത്രം പറഞ്ഞത്. അതുകൊണ്ട് എന്റെ സംഗിണി ചേച്ചി രാജ്യസ്നേഹത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും കവിതകളും കഥകളൊന്നും പറഞ്ഞ് ചിരിപ്പിക്കല്ലേ നമ്മളെ. കാരണം ചിരിക്കാണ്ടല്ല, നിങ്ങളിൽ ഈ തള്ളുകെട്ടി ചിരിക്കാൻ വയ്യ, അത്രമാത്രം ചിരിച്ച് പണ്ടാരടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ടെന്ന് പറ. അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അങ്ങനെ പറയാൻ ശ്രമിക്കെന്റെ സംഗിണി ചേച്ചിയെ. അതുകൊണ്ട് ഈ സംഗിണി ചേച്ചിയെ പോലെ തറവാട്ടുകാരത്തി ആയതിലല്ല ഞാൻ അഭിമാനിക്കുന്നത്, ഞാനൊരു ഇന്ത്യക്കാരനായതിലാണ് അഭിമാനിക്കുന്നത്. അങ്ങനെ ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.